നമ്മളിപ്പോൾ നിൽക്കുന്നത് അങ്കമാലിയിലാണ്. അങ്കമാലി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോട്ട പോലെയാണ്. കഴിഞ്ഞ 10 വർഷമായി ഇവിടുത്തെ MLA റോജി എം ജോണാണ് ചെറുപ്പക്കാരനായി NSUവിൻ്റെ പ്രസിഡൻ്റായി വന്ന് അങ്കമാലിയിൽ കീഴടക്കിയ വ്യക്തിത്വമാണ്. അതിനു മുമ്പ് ജോസ് തെറ്റയിൽ ഇടതുപക്ഷമായിരുന്നു ഇവിടെ MLA ആയിരുന്നു, MLA മന്ത്രിയുമായിരുന്നത്. അപ്പോൾ റോജി എം ജോൺ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഹാട്രിക്ക് തേടി മത്സരിക്കുകയാണ്. എന്താണ് ഇലക്ഷൻ രംഗം എങ്ങനെയുണ്ട് ശ്രീ റോജി? വളരെ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് പൊതുവിൽ നമുക്ക് കാണാനുള്ളത്. അങ്കമാലി UDFൻ്റെ ഒരു ഉരുക്കു കോട്ടയാണ്. വളരെ മികച്ച വിജയം കൈവരിക്കുവാനായിട്ട് കഴിഞ്ഞ 2 തവണയും സാധിച്ചിട്ടുണ്ട്. ഇത്തവണ പ്രത്യേകിച്ച് അതിനേക്കാൾ മികച്ചൊരു വിജയം ഉണ്ടാകും. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള വലിയൊരു വികാരമുണ്ട്. ഒരു ഭരണമാറ്റം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായി അങ്കമാലിയിൽ നിന്നും UDFൻ്റെ MLA ഉണ്ടാവണമെന്നുള്ളത് അങ്കമാലിക്കാരുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് കഴിഞ്ഞ 2 തവണ ഉണ്ടായതിനേക്കാൾ മികച്ച ഒരു വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ അങ്കമാലിയിൽ താങ്കൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന സർവേ റിപ്പോർട്ട്സിൽ പൊതുവെ നല്ല ടൈറ്റ് മത്സരമാണ് കേരളം ഒട്ടാകെ എന്നുള്ളത് വരുന്നുണ്ട്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ UDFനുണ്ടായിരുന്ന ഒരു വലിയ മുന്നേറ്റം അത് വളരെ ഈസി ആയിട്ട് കേരളത്തിൻ്റെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷെ ആ തരത്തിലുള്ള ഒരു ട്രെൻഡ് അല്ല ഇവിടെ ഉള്ളത്. മലബാറിലും സെൻട്രൽ കേരളയിലും UDFന് മുൻതൂക്കവും സൗത്ത് കേരളയിൽ LDFന് മുൻതൂക്കം ഉണ്ടെന്നാണ് ഇപ്പോൾ വന്ന സർവേകളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതൊരു തരത്തിൽ എന്തുകൊണ്ടാണ് ആ തരത്തിലൊരു എഡ്ജ് കോൺഗ്രസിനും UDFനും ഇല്ലാതെ പോകുന്നത്? ഇല്ല, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ഇത്രയും വലിയൊരു വിജയം കൈവരിക്കുമെന്ന് ഒരു സർവേയും പറഞ്ഞിട്ടില്ല. ഒരു സർവേയിലും പറയാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ അതുക്കും മേലെയുള്ള ഒരു റിസൾട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെമ്പാടും ഉണ്ടായത്. അത് വടക്കൻ മേഖലയിലും മധ്യ കേരളത്തിലും തെക്കൻ മേഖലയിലും ഒക്കെ UDFന് വലിയ വിജയം ഉണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയം ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ സാധാരണ ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, ഈ സർക്കാരിനെ കൊണ്ട് പൊറുതിമുട്ടിയ വലിയൊരു വിഭാഗം സാധാരണക്കാരായ ആളുകൾ കേരളത്തിലുണ്ട്. അവർ മറ്റൊന്നും നോക്കാതെ ഭരണമാറ്റത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ആ പൾസ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന്. അത് നമുക്ക് മെയ് 4-ാം തീയതി കാണാം. പക്ഷേ ഈ പ്രചരണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കേരളം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ കാണുന്നത് UDF പ്രചരണത്തിൽ, പോസ്റ്ററുകളിൽ, പ്രവർത്തനത്തിൽ പിറകിലാണ് എന്നൊരു പ്രചരണം ഇതുണ്ട്. ഏറ്റവും കൂടുതൽ LDF ആണ് ഏറ്റവും കൂടുതൽ പോസ്റ്ററുകളും. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ LDF അല്ല മറ്റാരുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രചരണം. കഴിഞ്ഞ പ്രാവശ്യം അവർ പറഞ്ഞിരുന്നത് LDF വരും, എല്ലാം ശരിയാവും എന്നാണ്. അപ്പോൾ ആ തരത്തിൽ പ്രചരണത്തിൽ UDF പൊതുവെ പിറകിലാണോ? അല്ല, അപ്പോൾ LDFൻ്റെ ബോർഡുകളും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ബോർഡുകൾ കേരളത്തിൽ ഓരോ 50 മീറ്ററിലും അങ്ങോളം ഇങ്ങോളം വെച്ചിട്ടുണ്ട്. എവിടെ നോക്കിയാലും ഇവിടെ 2 തന്നെ കാണാം. അപ്പോൾ ആ തരത്തിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയുടെ മുഖം ആണ് എല്ലാ ബോർഡിലും വെച്ചിരിക്കുന്നത്. ഓരോ 50 മീറ്ററിലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രചരണം. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോഴത്തേക്കും കൂടെ കഴിഞ്ഞ 10 വർഷത്തെ ഈ സർക്കാരിൻ്റെ ദുർഭരണം ജനങ്ങളുടെ മനസ്സിലേക്ക് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തും. അപ്പോൾ ആ മുഖം കാണുമ്പോൾ തന്നെ ആളുകൾ പോയി ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ബോർഡുകളിലല്ല UDFൻ്റെ പ്രവർത്തനവും പ്രചരണവും എന്ന് പറയുന്നത്. UDFൻ്റെ പ്രവർത്തനവും പ്രചരണവും ഒക്കെ ബൂത്ത് തലത്തിൽ ജനങ്ങൾക്കിടയിലാണ്, വീടുകൾ കയറി ഇറങ്ങിയിട്ടുള്ള പ്രവർത്തനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പാവപ്പെട്ട ആളുകൾ, പല മേഖലകളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അവരൊക്കെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത് UDFനെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഇപ്പോൾ MLA-മാരുടെ കാര്യത്തിൽ ഈ കഴിഞ്ഞ നിയമസഭയിലെ എല്ലാ MLA-മാരെയും നന്നായി വർക്ക് ചെയ്ത MLA-മാരാണെന്നാണ് LDFൻ്റെ വാദം. അപ്പോൾ താങ്കൾ ഇവിടെ ആത്മവിശ്വാസം പറയുന്ന പോലെ തന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻ അല്ല ഈ നിയമസഭ ഇലക്ഷൻ. MLA-മാർക്ക് എല്ലാവരും പോപ്പുലറാണ്. അതുകൊണ്ട് MLA-മാരെ നോക്കുമ്പോൾ 90 MLA-മാർ അല്ലെങ്കിൽ 90-ലേറെ MLA-മാർ LDFനാണ്. ഇപ്പോൾ MLA-മാരുടെ ഇതുകൂടി ഇവിടെ ശ്രദ്ധിക്കപ്പെടും. താങ്കൾ പറഞ്ഞ പോലെ ആ തരത്തിൽ LDF ആ ഒരു അഡ്വാൻറ്റേജ് കൂടി അവർ അവകാശപ്പെടുന്നു. അല്ല, അവകാശവാദങ്ങൾ എല്ലാവർക്കും എപ്പോഴും ഉന്നയിക്കാം. റിസൾട്ട് വരുന്നത് വരെ ഇവിടെ ബൈ ഇലക്ഷൻസ് ഉണ്ടായി, എന്തെല്ലാം അവകാശവാദങ്ങളുണ്ടായി. പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും അതുപോലെ തന്നെ പാലക്കാട്ടുമൊക്കെ എന്തെല്ലാം അവകാശവാദങ്ങളുണ്ടായി. നിലമ്പൂർ ലോക്സഭാ ഇലക്ഷൻ ഉണ്ടായി, എന്തെല്ലാം അവകാശവാദങ്ങളുണ്ടായിരുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്തെല്ലാം അവകാശവാദങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ അവകാശവാദങ്ങളൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ്. അത് 4-ാം തീയതി ഒരു 11 മണി 12 മണി വരെ അവകാശവാദങ്ങൾ ഉന്നയിക്കാം. കൃത്യമായ റിസൾട്ട് ജനങ്ങളുടെ വികാരം പ്രതിഫലിക്കുക തന്നെ ചെയ്യും. UDF അധികാരത്തിൽ വരും. അതിനൊരു വാദം കൂടി ഉണ്ട്. ഇതിനു മുമ്പുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്വീപ്പ് ചെയ്യായിരുന്നു.
UDF. പക്ഷേ തൊട്ടടുത്ത് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു. അല്ല, അന്ന് കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലുണ്ടായ സാഹചര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നമുക്ക് ഇത്തരത്തിലൊരു വിജയം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF വിജയം ഉണ്ടായിരുന്നില്ല. കോവിഡിൻ്റെ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അന്ന് നമുക്ക് തിരിച്ചടി ഉണ്ടായെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യം അതല്ലല്ലോ. ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്താ പറയുന്നത്, ബൈ ഇലക്ഷൻ മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും അതിനുശേഷം ഇപ്പോൾ അതേ ഫൈനൽ മത്സരത്തിലും എത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ വിജയം ഫൈനലിലും ആവർത്തിക്കും. സഞ്ജു സാംസൺ ചെയ്ത പോലെയാണോ പ്രതീക്ഷിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, മിന്നുന്ന വിജയം UDF ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഉറപ്പാണ്. ഈ അങ്കമാലിയിൽ താങ്കൾ MLA ആയിട്ട് 10 വർഷമായി. അതിനുള്ളിൽ താങ്കളുടെ മനസ്സിൽ ചെയ്ത കാര്യങ്ങളിൽ ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? അല്ല, അങ്കമാലിയിൽ നമ്മൾ പ്രധാനമായിട്ടും ഞാൻ MLA ആയി വരുന്ന സമയത്ത് ഇവിടെ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എല്ലാ റോഡുകളും കുണ്ടും കുഴിയുമായി. പത്രമാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അതിൻ്റെ വാർത്തയായിരുന്നു. ഇന്ന് മുഴുവൻ റോഡുകളും വളരെ മനോഹരമായി BMBC നിലവാരത്തിൽ നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്കൂളുകൾ 17 സർക്കാർ സ്കൂളുകൾക്ക് നമ്മൾ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചു. കാലടി പാലം പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഏതാനും മാസങ്ങൾക്കുള്ള അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ്. അങ്ങനെ മണ്ഡലത്തിൽ വലുതും ചെറുതുമായ കുടിവെള്ള പദ്ധതികൾ, അങ്ങനെ വലുതും ചെറുതുമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഈ കാലയളവിൽ മണ്ഡലത്തിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്വാഭാവികമായും ഇതൊക്കെ നടക്കേണ്ടി വരുന്നത് ഈ സർക്കാരിൻ്റെ വലിയ പരാജയം ഒരു വശത്ത് നിൽക്കുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന സഹായവും ഫണ്ട് അലോക്കേഷനിലും ഒക്കെ വലിയ വിവേചനങ്ങളുണ്ട്. അതൊക്കെ നേരിട്ടുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും നടത്തി മുന്നോട്ട് പോയിട്ടുള്ളത്. 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്നു കൊണ്ടാണ് മണ്ഡലത്തിൽ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചത്. ഇനി അടുത്ത ടൈമിൽ ഭരണപക്ഷത്തിരുന്നു കൊണ്ട് അങ്കമാലിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. അല്ല, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആത്മവിശ്വാസം ഇതെൻ്റെ വ്യക്തിപരമായ ആത്മവിശ്വാസമല്ല. ഇത് ഇവിടുത്തെ UDF പ്രവർത്തകരുടെ, കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ നേതാക്കന്മാർ, ഞങ്ങളൊരു ടീമായിട്ട് ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ത്രിതല പഞ്ചായത്തിലായാലും ഒക്കെ UDF വലിയ വിജയം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ സംഘടനാ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ UDF ഒരു ആത്മവിശ്വാസത്തിൻ്റെ ബലം തന്നെയാണ് എനിക്കുള്ളത്. താങ്കളുടെ എതിരാളി സാജു പോൾ പെരുമ്പാവൂർ MLA ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളെ ഇവിടെ പരീക്ഷിക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിൽ എങ്ങനെയാണ് എതിരാളിയെ എങ്ങനെ കാണുന്നു? ഒപ്പം തന്നെ 2020 സ്ഥാനാർത്ഥിയാണ് BJPയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ NDAയുടെ സപ്പോർട്ടോടുകൂടി മത്സരിക്കുന്നത്. നിങ്ങൾ തന്നെ പറയുന്നു 2020 നിർത്തിയിരിക്കുന്നത് BJP ഡീലിൻ്റെ ഭാഗമാണെന്ന്. അങ്ങനെ എന്തെങ്കിലും ആരോപണം ഉണ്ടോ? അല്ല, ഇവിടെ എതിരാളികൾ ആരാണ് എന്ന് നോക്കിയിട്ടല്ല നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഞാൻ UDF സ്ഥാനാർത്ഥിയായി UDF രാഷ്ട്രീയം ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് LDF കൊള്ളരുതായ്മകൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നോട്ട് പോകുന്നത്. അതിൽ മറുവശത്ത് നിൽക്കുന്ന വ്യക്തികൾ ആരാണെന്നുള്ളത് പ്രസക്തമല്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഏകദേശം 9,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. 2000-ത്തെ തെരഞ്ഞെടുപ്പിൽ ആയപ്പോഴേക്കും അത് ഏകദേശം 16,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു. അപ്പോൾ എതിരാളികളൊക്കെ ആരും ആവട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ എത്ര ഭൂരിപക്ഷം കിട്ടും? ഈ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ മികച്ചൊരു വിജയം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇതൊക്കെ പറയുമ്പോഴും ഇവിടെ അങ്കമാലിയിൽ വലിയ ട്രാഫിക് കുരുക്കുണ്ട്. ഞങ്ങളൊക്കെ പോകുമ്പോൾ താങ്കൾ 10 വർഷം ഇത് ചെയ്തിട്ട് നടക്കാതെ പോയ ഒരു സ്വപ്നം എന്തായിരുന്നു? നടക്കാതെ പോയത് ഇവിടെ അങ്കമാലി ബൈപ്പാസിനെ സംബന്ധിച്ചിട്ടാണ് താങ്കൾ സൂചിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ LDF സർക്കാർ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തി. ഇപ്പോൾ അങ്കമാലിയിൽ തന്നെ ഗിഫ്റ്റ് സിറ്റി 850 കോടി എന്ന് പറഞ്ഞു, ഒന്നും നടന്നില്ല, 1 രൂപ പോലും കൊടുത്തില്ല. അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ്, ഇപ്പോൾ അങ്കമാലിയിൽ മാത്രമല്ലല്ലോ, താങ്കൾ ഇവിടുന്ന് പോകുമ്പോൾ അങ്കമാലിയിലെ ബ്ലോക്ക്, ആലുവയിൽ, കളമശ്ശേരിയിൽ, എടപ്പള്ളിയിൽ, എറണാകുളം മുഴുവൻ ബ്ലോക്കല്ലേ. അതിന് പരിഹാരമായിട്ട് വരേണ്ട അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് പ്രഖ്യാപിച്ചിട്ട് 7-8 വർഷമായി. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ചതാണ്. 1 രൂപ പോലും കൊടുക്കുകയോ 1 സെൻറ്റ് ഭൂമി എടുക്കാനോ സാധിച്ചിട്ടില്ല. അങ്കമാലി ബൈപ്പാസ് കിഫ്ബി പ്രഖ്യാപിച്ചു, ഒന്നും നടന്നിട്ടില്ല. ഇവിടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ആയാലും അതുപോലെ തന്നെ നമ്മുടെ ബാംബു കോർപ്പറേഷൻ ആയാലും ടെൽക്ക് പോലുള്ള സ്ഥാപനങ്ങളായാലും ഒക്കെ ഈ സർക്കാരിൻ്റെ കാലത്ത് തകർത്ത് തരിപ്പണമാക്കി. സീപോർട്ട് എയർപോർട്ട് റോഡ് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. അങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇവിടെ അങ്കമാലി ബൈപ്പാസ് ആയാലും അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് ആയാലും ഗിഫ്റ്റ് സിറ്റി ആയാലും ഒക്കെ അങ്ങനെ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങേണ്ടതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള വെല്ലുവിളികൾ, പ്രതിസന്ധികളാണിതൊക്കെ. അപ്പോൾ അത് UDF സംബന്ധിച്ച് എറണാകുളത്ത് നിൽക്കുമ്പോൾ, എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലയ്ക്ക് അഭിമാനമായിട്ടുള്ള എല്ലാ പദ്ധതികളും, കൊച്ചി മെട്രോ ആയാലും വിമാനത്താവളമായാലും നമ്മുടെ സ്റ്റേഡിയം ആയാലും വലാർപാട കണ്ടെയ്നർ ടെർമിനൽ ആയാലും
ഇങ്ങനെയുള്ള എറണാകുളം ജില്ലയുടെ മുഖച്ഛായ മാറ്റിയ, വ്യവസായ തലസ്ഥാനത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ എല്ലാ പദ്ധതികളും കൊണ്ടുവന്നത് UDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ ഈ നാടിന് ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ, വികസനം ഇവിടെ നടക്കണമെങ്കിൽ ഇവിടെ UDFൻ്റെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരണം. അത് വരും. ഈ നടക്കാതെ പോയ ഈ കാര്യങ്ങളും നടക്കും. ലാസ്റ്റ് ഒരു ചോദ്യം കൂടി, അതുകൂടി കഴിഞ്ഞിട്ട്, കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും പിണറായി വിജയൻ എന്നുള്ള ഒറ്റ പേര് വെച്ചാണ് അവർ ചെയ്യുന്നത്. ഞങ്ങൾക്കാരാ ലീഡർ? പിണറായി വിജയൻ. പക്ഷേ ആരാണ് UDFൻ്റെ കോൺഗ്രസിൻ്റെ നേതാവ്? ആരായിരിക്കും മുഖ്യമന്ത്രി? 3 പേരുകളുണ്ട്, KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും. ഇത് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ആരാണ് മുഖ്യമന്ത്രി? അല്ല, 3 അതിൽ കൂടുതൽ പേരുകളുണ്ടാവും. ഇപ്പോൾ അവർ LDFനെ സംബന്ധിച്ച് പിണറായി വിജയൻ എന്നല്ലാതെ രണ്ടാമതൊരു പേര് ഉച്ചരിക്കാൻ നട്ടലിന് ബലമുള്ള ഒരാളും ആ പാർട്ടിയിലില്ല. ഈ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. കോൺഗ്രസ്സിന് ഒരു കാലത്തും കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു രീതി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ VS അച്യുതാനന്ദനും പിണറായി വിജയനും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ എന്തിയെ അന്ന് പിണറായി വിജയന് ഇലക്ഷന് മുമ്പ് ഞാനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയാനുള്ള ധൈര്യം അന്നില്ലാതെ പോയത്? അന്ന് ഈ ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് പാർട്ടി, ഞാൻ വിവിധ സംസ്ഥാനങ്ങളിൽ ചുമതല വഹിച്ചിട്ടുള്ള ആളാണ്. പാർട്ടിക്ക് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് അതിൻ്റെ വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു രീതിയുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ MLA-മാരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ്, AICC പ്രസിഡന്റ് അതിനകത്തൊരു തീരുമാനമെടുക്കുന്നു. ആ ആൾ കേരളത്തിൽ മുഖ്യമന്ത്രിയാവും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായിട്ടുള്ള നിരവധി ആളുകൾ കോൺഗ്രസ്സിലുണ്ട്. കഴിവുകളും പ്രാപ്തിയുമുള്ള, ഞങ്ങൾ അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് ഉയർത്തി കാണിക്കാൻ സാധിക്കുന്ന നിരവധി നേതാക്കന്മാർ ഞങ്ങൾക്കുണ്ട്. അവർക്ക് CPM-നെ സംബന്ധിച്ച് എല്ലാം തുടങ്ങുന്നതും അവസാനിക്കുന്നതും പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയിലാണ്. പക്ഷേ ഞങ്ങളൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. കോൺഗ്രസ് അധികാരത്തിൽ വരും. പാർട്ടി ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. ഈ സ്ഥാനാർത്ഥി പറയുന്നതിനോട് നിങ്ങളൊക്കെ നേതാക്കന്മാരാണല്ലോ, യോജിക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. 1,4 ലക്ഷം ഉടനെ വികസനത്തിന്റെ കാര്യത്തിൽ ബൈപ്പാസ് ഒഴികെ ഒരു കുറ്റവും നിലവിലെ MLA പറയാനില്ല. ബൈപ്പാസ് ഇവർ പറഞ്ഞ പോലെ 14 MLA പറഞ്ഞില്ല, 16 മണ്ഡലങ്ങളിൽ LDF പറഞ്ഞതാണ്. 2 UDFൻ്റെയും 14 LDFൻ്റെയും മണ്ഡലങ്ങളാണ്. ആ 16 സ്ഥലത്തും നടന്നിട്ടില്ല. പിന്നെ ബൈപ്പാസ് ഒഴികെ ഏതെങ്കിലും ഒരു കാര്യം അവരോട് ചൂണ്ടിക്കാണിക്കാൻ പറ. സ്കൂളുകളുടെ കാര്യത്തിലായാലും, കൃഷിഭവനുകളുടെ കാര്യത്തിലായാലും, പിന്നെ റോഡുകളുടെ കാര്യത്തിലായാലും, അംഗൻവാടികളുടെ കാര്യത്തിലായാലും, കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലായാലും, വെളിച്ചം മിനിമാസിൻ്റെ കാര്യത്തിലായാലും, പിന്നെ ഹൈമാസിൻ്റെ കാര്യത്തിലായാലും എല്ലാ മേഖലകളിലും കൈയൊപ്പ് ചാർത്താൻ കഴിഞ്ഞ ഒരു MLA ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.